നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതെന്ന് നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം. UDF തെരഞ്ഞെടുപ്പിൽ വിമത ഭീഷണിയിലാണെന്നും ചെയർമാൻ പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾ 36ഓളം സാരഥികൾ ഇന്നും നാളെയുമായി പത്രിക സമർപ്പിക്കുന്ന വേളയിലാണ് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 വർഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നടത്തിയ വികസന നേട്ടങ്ങളോടൊപ്പം തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ കൂടി ചേർത്ത് പിടിച്ച 5 വർഷത്തെ ഭരണം, ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന സഹായം, അതേപോലെ തന്നെ ഞങ്ങളുടെ കരുതൽ ഈ നാടാകെ ഏറ്റെടുത്തിട്ടുള്ള 5 വർഷമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഏതൊരു സ്ഥാനാർത്ഥിക്കും ഏതൊരു വാർഡിലും കയറി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വ്യക്തിഗത ആനുകൂല്യത്തിന് അപേക്ഷിച്ച ഒരാളെപ്പോലും ഒഴിവാക്കാതെ വ്യക്തിഗത ആനുകൂല്യം കൊടുത്തിട്ട് മുനിസിപ്പാലിറ്റി ഈ 5 വർഷത്തിൻ്റെ കാലയളവിൽ 497ഓളം പാവങ്ങളായി നിൽക്കുന്ന, സാധുക്കളായി നിൽക്കുന്ന ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകാൻ സാധിച്ച ഒരു ഭരണകൂടമാണ് ഈ 5 വർഷം. എല്ലാ വിഭാഗത്തിനും SC ST വിഭാഗങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്ന സബ്സിഡി നിരക്കിലുള്ള കുടിവെള്ള കണക്ഷൻ എല്ലാ വിഭാഗങ്ങൾക്കും കൊടുക്കാൻ നമുക്ക് സാധിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ചതും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സേവനങ്ങളും വോട്ട് തേടുന്ന സ്ഥാനാർത്ഥികളെ തുടയ്ക്കും. പകൽ വീടുകൾ, ഭിന്നശേഷിക്കാർക്കുള്ള പ്രിവിലേജ് കാർഡുകൾ, ഫിസിയോതെറാപ്പി സെന്റർ എന്നിവ ഭരണസമിതിയുടെ നേട്ടങ്ങളായിരുന്നു. ഇതിന്റെ അംഗീകാരം കൂടിയാവും അടുത്ത തെരഞ്ഞെടുപ്പ് ഫലമെന്നും ചെയർമാൻ പറഞ്ഞു. 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ 4ഓളം പകൽ വീടുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു. ഭിന്നശേഷി മേഖലയിൽ നമുക്കറിയാം ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകളാണ് ഭിന്നശേഷി മേഖലയിൽ. ആ ഭിന്നശേഷി മേഖലയിൽ ഉള്ള കുടുംബങ്ങൾക്ക് UD ID കാർഡ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു, പ്രിവിലേജ് കാർഡ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അതിലുപരി ഈ പാവങ്ങളായ ആളുകൾക്ക് ഫിസിയോതെറാപ്പി നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി. ഓരോ ദിവസവും 200-300 രൂപ ചെലവ് വരുന്നതാണ് ഫിസിയോതെറാപ്പി. അത് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ഫ്രീ ആയിട്ട് തുടങ്ങാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ 5 വർഷം കൊണ്ട് വികസന നേട്ടങ്ങൾ മാത്രമല്ല, ഇത്തരം ആളുകളെയും കൂടി ചേർത്ത് പിടിച്ച ഒരു ഭരണസമിതിക്കുള്ള അംഗീകാരമാകും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നഗരസഭയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല കോൺഗ്രസ് ലീഗ് നേതാക്കളും വിമതരായി മത്സര രംഗത്തുണ്ടെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. SS ഗ്രൂപ്പ് നിലമ്പൂർ.